ലോക്കോ പൈലറ്റുമാർക്ക് ഇനി മുതൽ ധൈര്യമായി കരിക്കിൻ വെള്ളം കുടിക്കാം. ദക്ഷിണ റെയിൽവേ ഇറക്കിയ വിവാദമായ വിചിത്ര ഉത്തരവ് പിൻവലിച്ചിരിക്കുകയാണ്. തീവണ്ടി ഓടിക്കാൻ എത്തുന്നവർ കരിക്കിൻ വെള്ളവും ഹോമിയോ മരുന്നുകളും ചക്കപ്പഴവും ഒന്നും കഴിക്കരുത് എന്ന തിരുവനന്തപുരം ഡിവിഷനിലെ സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ വിവാദ ഉത്തരവാണ് ഇപ്പോൾ റെയിൽവേ പിൻവലിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. റെയിൽവേ ലോക്കോ പൈലറ്റുമാരുടെ സംഘടനയായ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു വിവാദ ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നത്. മാത്രമല്ല, ചിലതരം വാഴപ്പഴങ്ങൾ, ചുമയ്ക്കുള്ള മരുന്ന്, മൗത്ത് വാഷ് എന്നിവയൊന്നും തന്നെ ഉപയോഗിക്കരുത് എന്നായിരുന്നു നിർദ്ദേശം. അതായത് ജോലിക്ക് കയറും മുമ്പും ഇറങ്ങിയതിനു ശേഷവും ക്രൂ ലോബിയിലെ ബ്രെത്ത് അനലൈസറിൽ സൈൻ ഇൻ, സൈൻ ഓഫ് എന്നിവ ചെയ്യുമ്പോൾ യന്ത്രത്തിൽ ആൽക്കഹോളിന്റെ അംശം രേഖപ്പെടുത്തുന്ന തരത്തിൽ ബീപ് ശബ്ദത്തിന് ഇത് കാരണമാകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ദക്ഷിണ റെയിൽവേ ഇത്തരത്തിൽ വിചിത്രമായ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ലോക്കോ സ്റ്റാഫ് ഡ്യൂട്ടിക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ ബ്രീത്ത് അനലൈസർ പരിശോധനയ്ക്ക് വിധേയമാക്കണം. സമീപകാലത്ത് ഇത്തരം പരിശോധന നടത്തിയപ്പോൾ മദ്യത്തിന്റെ സാന്നിധ്യമൊക്കെ വ്യാപകമായി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ പിടികൂടുന്നവരുടെ രക്തസാമ്പിളുകൾ സർക്കാർ അംഗീകൃത ലാബുകളിൽ പരിശോധിക്കുമ്പോഴാകട്ടെ മദ്യത്തിന്റെ യാതൊരുവിധ അംശവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ പ്രതിഭാസം എന്തുകൊണ്ടാണ് എന്ന അന്വേഷണത്തിലായിരുന്നു ജീവനക്കാർ ഹോമിയോ മരുന്ന്, ശീതള പാനീയങ്ങൾ, ഇളം തേങ്ങാവെള്ളം, ചിലതരം വാഴപ്പഴങ്ങൾ, കപ്പ് സിറപ്പ്, മൗത്ത് വാഷ് എന്നിവയൊക്കെ ഉപയോഗിക്കുന്നതാണ് ബ്രീത്ത് അനലൈസറിൽ ബീപ്പ് അടിക്കാൻ കാരണമെന്ന് റെയിൽവേ കണ്ടെത്തിയത്. വൈകാതെ തന്നെ റെയിൽവേ ഉത്തരവും ഇറക്കി. ഡ്യൂട്ടിക്ക് കയറുന്നതിനോ അല്ലെങ്കിൽ ഇറങ്ങുന്നതിനോ മുമ്പായി ഇത്തരത്തിലുള്ള യാതൊരുവിധ ഇനങ്ങളും ഉപയോഗിക്കാൻ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു എന്നത്. ഇനി ഇവ ഒഴിവാക്കാനാകാത്ത സാഹചര്യമാണെങ്കിൽ ഡ്യൂട്ടിയിലുള്ള ക്രൂ കൺട്രോളറെ കാര്യകാരണ സഹിതം രേഖാമൂലം അറിയിക്കണം. ഇനി ക്രൂ കൺട്രോളറാകട്ടെ ചീഫ് ക്രൂ കൺട്രോളറെ അറിയിക്കണം എന്നായിരുന്നു. പ്രമേഹത്തിന്റെ ബിപിയുടെ മരുന്നുകൾ കഴിക്കുന്നത് വിലക്കിയാണ് 2 ആഴ്ച മുമ്പ് മെഡിക്കൽ വിഭാഗം തന്നെ മറ്റൊരു ഉത്തരവിറക്കിയത്. ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകളുടെ ഉപയോഗം റെയിൽവേ മെഡിക്കൽ ഓഫീസറുടെ രേഖാമൂലം അനുമതിയോടെ മാത്രം വേണമെന്നായിരുന്നു നിർദ്ദേശം. ഒഴിവാക്കാനാകാതെ കാരണങ്ങളില്ലാത്ത ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ മദ്യം കണ്ടെത്തുന്നത് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിന് സമാനമായി കണ്ടു തന്നെ നടപടിയെടുക്കുമെന്ന ഭീഷണിയും ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വിഭാഗം ഇറക്കിയ ഉത്തരവിലുണ്ട്. അതായത് ചക്കപ്പഴം കഴിച്ച് ഡ്യൂട്ടിക്ക് കയറിയാലും ഊതുമ്പോൾ ബീപ്പ് അടിക്കുകയാണ് എന്നതായിരുന്നു ലോക്കോ പൈലറ്റുമാർ പറയുന്നത്. ജോലിക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും ക്രൂ ലോബിയിലെ CMS കിയോസ്കിയിൽ സൈൻ ഓഫ് അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യുമ്പോൾ ബ്രീത്ത് അനലൈസറിൽ പുറന്തള്ള വായുവിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നു എന്നതായിരുന്നു കാരണമായി ചൂണ്ടിക്കാട്ടിയത്. ഇങ്ങനെ കണ്ടവരുടെ രക്തസാമ്പിളുകൾ എടുത്ത് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ലബോറട്ടറിയിൽ പരിശോധിച്ചപ്പോഴാകട്ടെ ഇത്തരത്തിൽ ആരും തന്നെ മദ്യപിച്ചതായി കണ്ടെത്തിയിട്ടുമില്ല. ഇതോടെയാണ് സംഗതി ലോക്കോ പൈലറ്റുമാർക്കല്ല പ്രശ്നം, ബ്രീത്ത് അനലൈസറിനാണ് പ്രശ്നമെന്നും വിലയിരുത്തിയത്. എന്നാൽ ഉപകരണം മാറ്റുന്നതിന് പകരം ചെയ്തതാകട്ടെ ലോക്കോ പൈലറ്റുമാർ അവരുടെ ഭക്ഷണം നിയന്ത്രിക്കട്ടെ എന്നൊരു വിചിത്രമായ നിർദ്ദേശവും. ഇവയിലുള്ള ഏതെങ്കിലും ഇനങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൈൻ ഓൺ അല്ലെങ്കിൽ സൈൻ ഓഫ് നടത്തുന്നതിന് മുൻപ് തന്നെ ജോലിയിലുള്ള ഡിപ്പോയിലെ ക്രൂ കൺട്രോളറെ രേഖാമൂലം അറിയിക്കണമെന്നായിരുന്നു ഉത്തരവ്. മാത്രമല്ല, ആൽക്കഹോൾ അടങ്ങിയ മരുന്നുകളും റെയിൽവേ മെഡിക്കൽ ഓഫീസറുടെ രേഖാമൂലമുള്ള അനുമതിയോടെ മാത്രമേ ഉപയോഗിക്കാവൂ എന്നായിരുന്നു നിർദ്ദേശവും. ഈ ഉത്തരവാകട്ടെ ജീവനക്കാരെ ദ്രോഹിക്കാനുള്ള നീക്കമെന്ന നിലയിൽ കടുത്ത വിമർശനമുയർന്നതോടെയാണ് തിരുവനന്തപുരം ഡിവിഷനിലെ സീനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ വിവാദ ഉത്തരവ് റെയിൽവേ പിൻവലിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.